എല്ലാവർക്കും എക്കണോമിക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം. HSST, സെറ്റ്, നെറ്റ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തുടങ്ങി എക്കണോമിക്സിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വൈവ, എക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് വൈവ, ഇൻ്റർവ്യൂ എന്നിവ പങ്കെടുക്കുന്നവർക്കുമായിട്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടാവുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് ഈ ചാനലിലൂടെ നൽകുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Today we will discuss about one of the topics in development economics, that is environment and sustainable development. Man's welfare is combined the result of both economic development and environment in which he lives. അതായത് ഒരു വ്യക്തിയുടെ വെൽഫെയർ എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെയും അയാളുടെ ചുറ്റുപാടിനെയും ആശ്രയിച്ചിരിക്കുന്നു. Environmental degradation occurs mainly two types: due to the depletion of natural resources or due to the pollution of the environment. Environmental degradation നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഡിപ്ലേഷൻ കൂടി പൊല്യൂഷനിലൂടെ സംഭവിക്കാവുന്നതാണ്. ലാർജ് സ്കെയിൽ എക്കണോമിക് ഗ്രോത്ത് സംടൈംസ് ലീഡ്സ് ടു എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻസ്. സോ വി നീഡ് ടു പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ് ഫോർ ബെറ്റർ ഫ്യൂച്ചർ. നൗ വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? ഒരുപക്ഷെ വൈവയിലും ഇൻ്റർവ്യൂവിലൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് ഓഫ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ റിസോഴ്സസ് available in nature for the satisfaction of human wants. It is the stock of physical and social resources available at nature at a time for the satisfaction of human resources. It is in the form of rivers, soils, minerals, fisheries, etc. etc. Then what is the difference between renewable resources and non-renewable resources? It is also you noted. In renewable resources, it is പുനർസ്ഥാപിക്കപ്പെടാവുന്ന വിഭവങ്ങൾ. It includes fisheries, forest, etc. That is, it is not, but in nowadays it is also depleted in nature. It is in the nature of both growth and depletion. അതായത് പൊല്യൂഷനൊക്കെ കൂടുന്നതാണ് ഇത്തരത്തിലുള്ള റിസോഴ്സസിനും നാശനഷ്ടങ്ങൾ ഡിപ്ലീഷൻ സംഭവിക്കുന്നുണ്ട്. Then other kind of resources, it is non-renewable resources. Non-renewable resources cannot be regenerated over time. നമുക്ക് പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയാത്ത വിഭവങ്ങളാണ് കോൾ, മിനറൽ ഓയിൽസ്, എക്സെട്ര, പെട്രോളിയം, എക്സെട്ര. This kind of resources is known as non-renewable resources. Then what is pollution? നമുക്ക് പൊല്യൂഷൻ എന്ന് നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. You define pollutions. What is pollution? It is the artificially induced deterioration of environment consisting of air, water, soil, etc. അതായത് മനുഷ്യൻ്റെ പ്രവർത്തനം മൂലം നേച്ചുറൽ റിസോഴ്സസിൽ സംഭവിക്കുന്ന ഒരു ഡിറ്റീരിയറേഷൻ, നാശനഷ്ടമാണ്. വായുവിലൂടെയും വെള്ളത്തിലൂടെയും മണ്ണിലൂടെയും സംഭവിക്കുന്ന നാശനഷ്ടമാണ് മാനുഷിക പ്രവർത്തനമാണ്. ആ നാശനഷ്ടത്തിനെയാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ്ഡ് ഡിറ്റീരിയേഷൻ ഓഫ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ് in the form of consisting of air, water, soil, etc. Pollution, various types: air pollutions, water pollution, noise pollution, soil pollution, marine pollution. Okay. Then now we discuss about you noted this point and the environment acts and their years. ചില എൻവയോൺമെൻറ്റൽ ആക്റ്റുകളും അവരുടെ വർഷങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാ PSC എക്സാമിനേഷൻസിനും, എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ PSC എക്സാമിനേഷൻസിനും ഈ നോട്ട് ഉപകാരപ്രദമായിരിക്കും. ദെൻ വാട്ടർ കൺസർവേഷൻ ആക്ട് 1974. വാട്ടർ കൺസർവേഷൻ ആക്ട് 1974. ദെൻ എയർ കൺസർവേഷൻ ആക്ട് 1981. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1972. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കംസ് ടു 1972. Then Indian Forest Act 1927. Indian Forest Act 1927. Then National Green Tribunal Act 2010. National Green Tribunal Act 2010. Then Noise Pollution Act 1989. ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇതിൽ നമുക്ക് പ്രോജക്റ്റ് എലിഫൻ്റ്, പ്രോജക്റ്റ് ടൈഗർ എന്നുള്ള എല്ലാം ഉൾപ്പെടുന്നതാണ് അത്. സോ നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്യുക. എൻവയോൺമെൻറ്റൽ ആക്റ്റും അവയുടെ വർഷങ്ങളും നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ദെൻ നൗ വി കംസ് ടു ദ മേജർ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. The term sustainable development started to use 1980s.
Firstly, the International Conservation of Nature and Natural Resources published a paper, World Conservation Energy. ആ പേപ്പറിലാണ് ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നിട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് പോപ്പുലർലി യൂസ്ഡ് ബൈ, അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്ത് നമ്മൾക്ക് പരിചിതമാക്കിയത് 1987 അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേപ്പർ പബ്ലിഷ് ചെയ്ത ബ്രട്ട്ലാൻഡ് റിപ്പോർട്ടിലൂടെയാണ് ഇത് കൂടുതലായിട്ട് നമ്മളിലേക്ക് യൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ വന്നത്. സോ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് generations without compromising the needs of future generations. അതായത് ഇപ്പോഴുള്ള റിസോഴ്സ് നമുക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ റിസോഴ്സസ് ഉപയോഗിക്കുക, എല്ലാ റിസോഴ്സസും ഉപയോഗിക്കണം. What are the major objectives? To provide clean environment. What's clean environment? And to avoid or to prevent environmental degradations, improvements in quality of natural environment resources, improvements in quality of natural environment resources, and conservation of the all natural resources, and the conservation of the all natural resources. Then measuring sustainable development. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഭാവിയിലേക്ക് നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻസിന് റിസോഴ്സസ് എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, എങ്ങനെ മെഷർ ചെയ്യാം? ദറ്റ് ഈസ് ഫസ്റ്റ് വൺ, മെഷറിങ് ദ നാച്ചുറൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. എങ്ങനെയൊക്കെ മെഷറിങ് ദ നാച്ചുറൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഏത് രീതിയിൽ നാച്ചുറൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സോയിൽസ്, ഫോറസ്റ്റ്, ഫിഷറീസ്, ഇതെല്ലാം ഇപ്പോൾ പ്രസൻറ്റ് ജനറേഷൻ ഉപയോഗിക്കുമ്പോൾ അത് ഡിപ്ലീറ്റ് ചെയ്യുകയാണ്. റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ റിസോഴ്സസ് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വീണ്ടും ഉണ്ടായി വരുന്നുണ്ടോ, അത് നാശനഷ്ടം സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളത് കണക്ക് കൂട്ടിയിട്ട് അത് എന്തെങ്കിലും ഡിപ്ലീഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനുള്ള മെഷേഴ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള മെഷേഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് ഫ്യൂച്ചർ നീഡ്സിന് ഉപയോഗിക്കുന്നതാണ്, ഫ്യൂച്ചർ നീഡ്സിനും ഫ്യൂച്ചർ ജനറേഷന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതാണ് മെഷറിങ് ദ നേച്ചർ ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നാച്ചുറൽ ക്യാപിറ്റൽ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. ദെൻ ഗ്രീൻ അക്കൗണ്ടിങ്. എന്താണ് ഗ്രീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോഴത്തേക്കും ഇൻകം ആസ്പെക്റ്റ് അല്ല, അത് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനും കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നാഷണൽ ഇൻകം കുറയാം. സോ അപ്പോൾ നാഷണൽ ഇൻകം കൂട്ടാനായിട്ട് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ അവിടെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വി മീറ്റ് ഫ്യൂച്ചർ നീഡ്സ്. ആൻഡ് ദെൻ ടേക്ക് ഇൻ ടു ദ എൻവയോൺമെൻറ്റൽ വാല്യൂസ്. അതായത് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ മൂലം ഹെൽത്തിനുണ്ടാകുന്ന പ്രോബ്ലംസ്, അതുമൂലം പ്രൊഡക്ഷനും ഇൻകത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതെല്ലാം അനലൈസ് ചെയ്യുക. പിന്നെ എത്രമാത്രം റീസൈക്കിൾ ചെയ്യാൻ പറ്റും, റീയൂസബിൾ ചെയ്യാൻ പറ്റും, അതിന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് എല്ലാം ചെക്ക് ചെയ്യുക. ഇതിലൂടെയൊക്കെ നമുക്ക് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് കുറേയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എൻവയോൺമെൻറ്റ് റിസ്ക് ആക്ടിവിറ്റീസിൽ കൂടുതൽ റിസ്ക് ടേക്കിംഗ് എൻവയോൺമെൻറ്റൽ റിസ്ക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടുതൽ കരുതലോടെ റിസോഴ്സസ് ഉപയോഗിക്കുക, അതിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. കൂടാതെ സോഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ്, നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ ഇനി പഠിക്കുന്നുണ്ട്. സോഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ്, അതായത് നമ്മൾ കോസ്റ്റും ബെനിഫിറ്റും കൂടി അനലൈസ് ചെയ്തിട്ട് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷർമെൻറ്റിലൂടെ നമുക്ക് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെ ചെക്ക് ചെയ്യാനും എത്രമാത്രം എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ അവിടെ കുറച്ച് അതിനെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ആക്റ്റുകളും മെഷേഴ്സുകളും പോളിസികളൊക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും we can also meet the needs of future generations through these environmental policy measures. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും എൻവയോൺമെൻറ്റ് എന്താണ്, റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. സോ നിങ്ങൾ ഡെഫിനിഷൻസ് എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. God bless you. Thank you.